വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിതൃസ്വത്തിൽ അവകാശം സ്ഥാപിച്ച് കിട്ടുന്നതിനു വേണ്ടിയുള്ള തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ സാധാരണമാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്തും സ്വത്തിനെ പ്രതി തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന തിരുവചനമാണ് ലൂക്കോസ് 12-ാം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വസ്തുഭാഗം ചെയ്യുന്നതിലുണ്ടായ തർക്കം അവസാനിപ്പിക്കുവാൻ ഒരുവൻ യേശുവിനെ സമീപിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി വേറെ ആരും യേശുവിനെ സമീപിച്ചിട്ടില്ല. ജനങ്ങൾ യേശുവിനെ സമീപിച്ചിരുന്നത് രോഗസൗഖ്യത്തിനും ദൈവവചനം കേൾക്കുന്നതിനും ആയിരുന്നു. ലൗകികമായി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആവശ്യവുമായി യേശുവിൻ്റെ അടുക്കൽ വന്നത് തീർച്ചയായും ദ്രവ്യാഗ്രഹത്തിൻ്റെ കൂടുതൽ നിമിത്തം ആയിരിക്കാം. സ്വന്തം സഹോദരനിൽ നിന്ന് സ്വത്ത് പിടിച്ചു വാങ്ങുക. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ പലരും സ്വത്തിനു വേണ്ടി കോടതി വ്യവഹാരം നടത്തുന്നവരല്ലേ? കേസ് നടത്തുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും കേസ് ജയിക്കുവാൻ പട്ടക്കാരനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളാ നമ്മിൽ പലരും. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി ലഭിക്കില്ല എന്ന് ഓർക്കണം. യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. യാക്കോബ് 4:3 വാക്യം. യുവാവിൻ്റെ ആവശ്യത്തിന് മുൻപിൽ കർത്താവ് ചോദിക്കുന്നത്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ? ലൂക്കോസ് 12:14. ഞാൻ സ്വത്ത് ഭാഗിച്ച് നൽകുവാനല്ല വന്നത് എന്ന കർത്താവ് ഇവിടെ പറയുന്നത്. ഭൗതിക ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്ന ഒരുവനായിട്ടാണ് പലപ്പോഴും പലരും കർത്താവിനെ കണ്ടിട്ടുള്ളത്. ഇന്ന് പല സുവിശേഷകന്മാരും സമൃദ്ധിയുടെ സുവിശേഷമാണ് അതുകൊണ്ട് പ്രസംഗിക്കുന്നത്. കർത്താവ് നമ്മളുടെ ആവശ്യങ്ങൾക്കൊന്നും മറുപടി നൽകില്ല എന്ന് അതുകൊണ്ട് ചിന്തിക്കരുത്. നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് കർത്താവിനറിയാം. അത് കർത്താവ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. തൻ്റെ അടുക്കൽ 4 ആൾ ചുമന്നുകൊണ്ട് വന്ന പക്ഷവാത രോഗിക്ക് രോഗസൗഖ്യത്തെക്കാൾ ഉപരി പാപമോചനമാണ് ആവശ്യമെന്ന് കർത്താവ് മുന്നമേ കണ്ടു. അതുകൊണ്ട് രോഗസൗഖ്യത്തിന് മുൻപ് അവൻ്റെ പാപങ്ങൾ മോചിച്ചു. പിന്നെയാ സൗഖ്യം നൽകിയത്. മത്തായി 9:2-6 വാക്യങ്ങൾ. യേശുവിനെ സമീപിച്ച യുവാവിന് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വസ്തുഭാഗം ചെയ്ത് കിട്ടണം. യേശുവിൻ്റെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി ദ്രവ്യം സമ്പാദിക്കുക എന്നത് മാത്രമാണ് അവൻ്റെ ആവശ്യമെന്ന് കണ്ടെത്തി കർത്താവ് പറയുന്നത്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുക. ലൂക്കോസ് 12:15. ഈ മറുപടി അവനെ നിരാശനാക്കി. സ്വാർത്ഥ മനുഷ്യൻ ഒരിക്കലും യേശു നൽകുന്ന പ്രശ്നപരിഹാരം ഇഷ്ടപ്പെടില്ല. നമ്മുടെ ഏത് പ്രശ്നത്തിനും യേശുവിൻ്റെ സഹായം ചോദിക്കും. അതിനായി പ്രാർത്ഥിക്കും, ഉപവസിക്കും, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കും. പക്ഷേ ഹൃദയ പരിവർത്തനമോ സ്വഭാവമാറ്റമോ മാനസാന്തരമോ ഉണ്ടാകില്ല. അതിന് തയ്യാറാകില്ല. എങ്ങനെയെങ്കിലും എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് കിട്ടണം. ഇന്ന് നമ്മിൽ പലരും യേശുവിനെ സമീപിക്കുന്നതും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും എല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുവാൻ യേശു കർത്താവ് സദാ സന്നദ്ധൻ തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നിർത്തിവെക്കും. പക്ഷേ ഒരു മറുപടിയും ലഭിക്കില്ല. നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്തെന്ന് കർത്താവിന് അറിയാം. അത് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് പ്രവർത്തിപ്പാനും നാം തയ്യാറാകണം. അതിന് നമുക്കൊരാത്മപരിശോധന ഉണ്ടാവണം. അതോടൊപ്പം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ മുൻപിൽ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകണം. ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് ഒരു ഉപമയിൽ കൂടി കർത്താവ് സംസാരിക്കുന്നുണ്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ. തൻ്റെ സമ്പത്തെല്ലാം കൂട്ടിവെച്ച് തിന്നുകുടിച്ച് ആനന്ദിക്കുന്ന
മനുഷ്യനോട് കർത്താവ് പറയുന്നത്, മൂഢനായ മനുഷ്യനല്ലേ നീ? നിന്റെ പ്രാണനെ ഈ രാത്രിയിൽ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന എല്ലാവരോടും കർത്താവ് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. സഹോദരനുള്ളത് കൂടി കവർന്ന് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ച് അതിൻ്റെ പെരുപ്പത്തിൽ സന്തോഷിക്കുന്ന വിശ്വാസി, കർത്താവ് നമ്മോട് പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം എന്ന്. കർത്താവിന് നമ്മുടെ പ്രാണനെ തിരിച്ചു വിളിച്ചാൽ നാം സ്വരൂപിച്ചതെല്ലാം ഉപേക്ഷിച്ച് വെറും കൈയായി പോകേണ്ടി വരുമെന്ന് ഓർക്കണം. അതുകൊണ്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. അതോടുകൂടി ഇതെല്ലാം നമുക്ക് കിട്ടും. മത്തായി 6:33. കർത്താവേ, നീ എനിക്ക് നൽകുന്നതിൽ തൃപ്തനായിരിക്കാനുള്ള വിശ്വാസം എനിക്ക് തരണമേ. ആമേൻ.